പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരങ്ങളിലൊന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ മലമ്പുഴ ഡാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട്ടുകാരൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ ആ യാത്ര ചെന്ന് അവസാനിച്ചിരുന്നത് മലമ്പുഴ ഡാമിലായിരുന്നു. മലമ്പുഴ ഡാമിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് ഇവിടെയുള്ള റോപ്പ് വേ. പടലിക്കാട് ബ്രിട്ടീഷ് ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞ് വരുന്ന വഴി തിരിച്ചു വരുമ്പോൾ മലമ്പുഴയിലൂടെയാണ് വന്നത്. അന്ന് റോപ്പ് വേ കണ്ടപ്പോൾ കുറച്ചു നേരം അതും നോക്കി അവിടെ നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇതിലൊന്ന് കയറാനായി ആഗ്രഹിച്ച് മലമ്പുഴയിൽ വന്ന കുറെ ഓർമ്മകളെല്ലാം മനസ്സിലൂടെ വീണ്ടും കടന്നുപോയി. വർഷങ്ങൾ കുറെ കഴിഞ്ഞിട്ടും ഈ റോപ്പ് വേ കാണുമ്പോൾ മനസ്സിൽ വീണ്ടും ഒരു ആഗ്രഹം. റോപ്പ് വേയിൽ ഒന്നുകൂടി കയറി മലമ്പുഴയുടെ ആകാശ കാഴ്ചകൾ കാണാൻ ആ ആഗ്രഹത്തോടു കൂടി ഇറങ്ങിത്തിരിച്ച യാത്രയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട് ടൗണിൽ നിന്ന് പെട്ടെന്ന് പോയി വരാൻ കഴിയുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നാണ് മലമ്പുഴ. ഇന്നൊരു ശനിയാഴ്ചയാണ്. വൈകുന്നേരം ഏകദേശം 4 മണിയോടുകൂടിയാണ് മലമ്പുഴയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ കൊണ്ട് മലമ്പുഴ ഡാമിനടുത്ത് എത്താൻ കഴിയും. ഇന്നത്തെ പ്രധാന ലക്ഷ്യം വർഷങ്ങൾക്ക് ശേഷം ഒന്നുകൂടി ആ റോപ്പ് വേയിൽ കയറുക. ശനിയാഴ്ച ആയത് കാരണം ചിലപ്പോൾ അവിടെ തിരക്കുണ്ടാവും. എന്തായാലും ഇന്ന് റോപ്പ് വേയിൽ കയറിയിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. മലമ്പുഴ ഡാമിൻ്റെയും ഗാർഡൻ്റെയും ഒരുവിധം കാഴ്ചകളെല്ലാം റോപ്പ് വേയിലിരുന്നാൽ കാണാൻ കഴിയും. ഇതാണ് റോപ്പ് വേയുടെ ടിക്കറ്റ് എടുക്കാനുള്ള എൻട്രൻസ്. വീക്കെൻഡ് ആയിരുന്നിട്ടും ഇവിടെ പ്രതീക്ഷിച്ചത്ര തിരക്കൊന്നുമില്ല. ചില സമയങ്ങളിൽ ഇവിടെ വലിയ ക്യൂ എല്ലാം കണ്ടിട്ടുണ്ട്. ഇന്നാണെങ്കിൽ ഇവിടെ ഒട്ടും തിരക്കില്ല. 71 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റിൻ്റെ റേറ്റ്. പിന്നെ 4 പേരടങ്ങുന്ന ഫാമിലി ടിക്കറ്റ്, 6 പേരടങ്ങുന്ന സ്റ്റുഡൻറ് ടിക്കറ്റ്, ഇതിനെല്ലാം ഡിസ്കൗണ്ടുകളുണ്ട്. നല്ല തിരക്കുണ്ടെങ്കിൽ അധികം ക്യൂവിലൊന്നും നിൽക്കാതെ പെട്ടെന്ന് കയറാൻ പറ്റിയ ഒന്നാണ് VIP ടിക്കറ്റ്. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇന്നിപ്പോൾ ഇവിടെ തിരക്കൊന്നുമില്ല. അധികം ക്യൂവിലൊന്നും നിൽക്കാതെ ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് തന്നെ ഇതിൽ കയറാൻ കഴിഞ്ഞു. ഈ റോപ്പ് വേ നോൺ സ്റ്റോപ്പ് ആയ കാരണം കറക്റ്റ് സ്ഥലത്ത് നിന്ന് ചാടി കയറണം. കുറച്ച് വയസ്സായ ആളുകൾക്കും കുട്ടികൾക്കെല്ലാം അത് ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ചില സ്ഥലങ്ങളിൽ വയസ്സായവർക്കും കുട്ടികൾക്കും കയറാനായി കേബിൾ കാറുകൾ നിർത്തി കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഫെസിലിറ്റീസ് കൂടുന്തോറും ടിക്കറ്റ് റേറ്റുകളും കൂടും. വേനലാവാറായ കാരണം വെള്ളം വളരെ കുറവാണ്. ചില ചെടികളും മരങ്ങളെല്ലാം ഉണങ്ങി തുടങ്ങി. മഴക്കാലത്ത് വേറൊരു ഫീലാണ് ഇവിടെ. കഴിഞ്ഞ ജനുവരിയിൽ ഇവിടെ ഫ്ലവർ ഷോ നടന്നിരുന്നു. അന്ന് നല്ല തിരക്കായിരുന്നു മലമ്പുഴയിൽ. ഡാമിന്റെ ഷട്ടർ തുറക്കുമ്പോഴാണ് റോപ്പ് വേയിൽ കയറേണ്ടത്. ഇനിയിപ്പോൾ മിക്കവാറും മഴക്കാലമായാലേ ഷട്ടർ തുറക്കും. പണ്ട് ആ വെള്ളം ചാടുന്ന സ്ഥലത്ത് ഇറങ്ങി നിൽക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. സേഫ്റ്റിയുടെ ഭാഗമായിട്ടായിരിക്കണം ഇപ്പം ഇതെല്ലാം ക്ലോസ് ചെയ്തിരിക്കുകയാണ്. മലമ്പുഴയിൽ നിന്ന് കഞ്ചിക്കോട്ടിലേക്ക് പോകുന്ന റോഡാണിത്. ഈ റോഡിലൂടെ കുറച്ചു ദൂരം സഞ്ചരിച്ച് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ കവയിലേക്കും പോകാൻ കഴിയും. പകുതി യാത്രയോടെ അവസാനിച്ചിരിക്കുകയാണ്. റോപ്പ് വേയിലൂടെയുള്ള മുഴുവൻ യാത്ര എടുക്കുന്ന സമയം 20 മിനിറ്റാണ്. വളരെ പതുക്കെയുള്ള ഒരു യാത്രയായ കാരണം റോപ്പ് വേയിലിരുന്നാൽ മലമ്പുഴ ഗാർഡൻസിന്റെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയും. ഇവിടെ നിന്ന് തിരിഞ്ഞു ഇനി വീണ്ടും വന്ന വഴിയിലൂടെ തിരിച്ചു മുന്നോട്ട്. തിരിച്ചു പോകുമ്പോഴാണ് ഈ സ്ഥലത്തിന്റെ ഭംഗി നന്നായി അറിയാൻ കഴിയുന്നത്. അങ്ങ് ദൂരെയായി കാണുന്ന മലനിരകളെല്ലാം നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാൻ. പരിചയത്തിലുള്ള ആരെങ്കിലും പാലക്കാട്ടേക്ക് ആദ്യമായി വന്നാൽ പാലക്കാടുള്ള സ്ഥലങ്ങൾ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച് ആദ്യം കൊണ്ടുവരുന്ന സ്ഥലമാണ് മലമ്പുഴ. പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും കൂട്ടുകാരുമൊത്ത് ഇവിടെ എല്ലാം വരാറുണ്ടായിരുന്നു. പാലക്കാട് മലമ്പുഴ കാണാത്ത ഈ റോപ്പ് വേയിൽ കയറാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. തമിഴ്നാട്ടിൽ നിന്നും കുറെ ടൂറിസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ അടുത്തായി സ്നേക്ക് പാർക്ക് ഉണ്ട്, റോക്ക് ഗാർഡൻ ഉണ്ട്, പിന്നെ മലമ്പുഴയുടെ സ്വന്തം യക്ഷി. ഇതെല്ലാമാണ് മലമ്പുഴ ഡാമും ഗാർഡൻസും മറ്റു ഡാമുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. റോപ്പ് വേയിലൂടെയുള്ള മലമ്പുഴയുടെ കാഴ്ചകൾ കണ്ടുള്ള ഈ യാത്ര അവസാനിക്കാൻ സമയമായി. ഇനി നേരെ പോകുന്നത് തെക്കേ മലമ്പുഴയിലേക്കാണ്. സൺസെറ്റ് വരെ മലമ്പുഴയും ചുറ്റുവട്ടത്തായി സമയം ചെലവഴിക്കാനാണ് എൻ്റെ ഇന്നത്തെ ഉദ്ദേശം. എപ്പോൾ സമയം കിട്ടിയാലും ഈ വഴിക്കെല്ലാം വരാറുണ്ട്. മലമ്പുഴ ഗാർഡനേക്കാൾ കൂടുതൽ ഈ ഭാഗത്തേക്കാണ് ഇന്ന് ആളുകൾ എത്തിപ്പെടാറ്. ടിക്കറ്റ് ഒന്നും എടുക്കാതെ മലമ്പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊന്നാണ് ഈ ഭാഗം. ഒരു ഡ്രൈവിനോ
അല്ലെങ്കിൽ 2 വീലർ എടുത്ത് ഒരു റൈഡിനോ കാറ്റും കൊണ്ടിരിക്കാനും മറ്റുമായി ഒരുപാട് പേർ ഈ ഭാഗത്തേക്ക് വരാറുണ്ട്. മഴക്കാലത്താണ് ഈ സ്ഥലം ഏറ്റവും ഭംഗി. നിറഞ്ഞു നിൽക്കുന്ന ഡാമും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളെല്ലാം ആ സമയത്ത് കാണാൻ കഴിയും. എത്ര കണ്ടാലും ഇതുപോലുള്ള സ്ഥലങ്ങളൊന്നും ഒരിക്കലും ബോറടിക്കില്ല. ഇവിടെ ഒരാൾ മീൻ പിടിക്കാനായി വലയിട്ട് പോവാണെന്ന് തോന്നുന്നു. കണ്ടാലറിയാം ആ സ്ഥലം നല്ല ആഴമുണ്ടെന്ന്. തോണിയിൽ പോലും അല്ല, കാറ്റ് നിറച്ച ചെറിയൊരു ടയറിൻ്റെ ട്യൂബ് ഉപയോഗിച്ചാണ് പുള്ളിക്കാരൻ അതുവരെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു ചായക്കടയുണ്ട്. ചൂട് ബജിയുടെയും ഓംലേറ്റിൻ്റെ എല്ലാം മണം അവിടെ നിന്ന് വരുന്നുണ്ട്. അവിടുത്തെ തിരക്കൊന്ന് മാറിയിട്ട് വേണം അവിടെ പോയി ഒരു ബ്രെഡ് ഓംലേറ്റും ചായയും കുടിക്കാൻ. ഡാമിൻ്റെ നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണത്. വരുന്ന വണ്ടികളെല്ലാം ഇവിടെ നിർത്തി ഈ സ്ഥലം കുറച്ചു നേരം കണ്ടിട്ടാണ് പിന്നീട് അവരെല്ലാം മുന്നോട്ട് പോകുന്നത്. ചായക്കടയുടെ തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചയാണിത്. വേനൽക്കാലത്ത് വെള്ളം കുറയുന്ന സമയത്ത് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ വെള്ളത്തിനടുത്ത് പോയി നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. ചിലരാണെങ്കിൽ കാറുകളും ബൈക്കുകളും അങ്ങോട്ട് ഇറക്കും. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപകടം ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളാണിത്. ചായക്കടയിൽ തിരക്ക് കുറച്ച് കുറഞ്ഞു. അവിടെ നിന്ന് വരുന്ന ബ്രെഡ് ഓംലേറ്റിൻ്റെ മണം ഇനി ഒട്ടും ക്ഷമയില്ല. അങ്ങനെ ഞാനും ഒരു ബ്രെഡ് ഓംലേറ്റ് കഴിക്കാൻ തീരുമാനിച്ചു. നല്ല ചൂട് ചായയും ബ്രെഡ് ഓംലേറ്റും ഡാമിൽ നിന്ന് വരുന്ന വൈകുന്നേരത്തെ തണുത്ത കാറ്റും കൂടെ ഈ മനോഹരമായ കാഴ്ചയും. ഈ ചായക്കടയുടെ അടുത്ത് ആളുകളുടെ തിരക്ക് കൂടി വരികയാണ്. കുറച്ച് തിരക്ക് കുറഞ്ഞ സ്ഥലം തേടി വീണ്ടും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ റോഡ് അവസാനിക്കും. പക്ഷെ അത്രയും മുന്നോട്ട് പോകുന്നില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നല്ല വ്യൂ പോയിന്റ് നോക്കി ഇനി അവിടെ സമയം ചെലവഴിക്കാം. ഈ സ്ഥലം എന്തായാലും കൊള്ളാം. ഇവിടെ തിരക്കൊന്നുമില്ല. മരച്ചില്ലകൾക്കിടയിലൂടെ കാണുന്ന ഡാമും ആ മലനിരകളെല്ലാം നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ. ഒരു കൂട്ടം പശുക്കളും പുല്ലെല്ലാം തിന്ന് ഇവിടെ മേഞ്ഞു നടക്കുന്നുണ്ട്. ഈ കൂട്ടത്തിലുള്ള ചില പശുക്കൾ വെള്ളത്തിലൂടെയാണ് നടത്തം. ഇവിടെ നിന്ന് ഞാനിങ്ങി പോകുന്നത് ആനക്കൽ ഭാഗത്തേക്കാണ്. അതായത് ഈ ഡാമിൻ്റെ മറുകര. ഈ റോഡ് അവസാനിക്കുന്നിടത്ത് കാട്ടിലൂടെ ഒരു വഴിയല്ലാണ്ട് അതെല്ലാം പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ വഴി പോവാണെങ്കിൽ കുറച്ച് ഓഫ് റോഡൊക്കെയാണ്. അതുകൊണ്ട് അതെല്ലാം ഒഴിവാക്കി നേരായ വഴിയിലൂടെ പോവാം. ഇതാണ് ആനക്കല്ല് പോകുന്ന വഴി. മലമ്പുഴ ഡാമിന് പുറകിലായി അറിയപ്പെടുന്ന സ്ഥലം കവ വളരെ പ്രശസ്തമാണ്. ഈ പോകുന്ന വഴിയിലും ഡാമിൻ്റെ നല്ലൊരു വ്യൂ കാണാൻ കഴിയും. കുറേ സിനിമകളെല്ലാം കവയുടെ പല പല ഭാഗങ്ങളിലായി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് സിനിമാക്കാർ മാത്രം കടന്നു വരുന്ന ഒരിടമായിരുന്നു ഇത്. ഇന്ന് മലമ്പുഴയിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെല്ലാം ഈ സ്ഥലം കൂടി കണ്ടേ തിരിച്ചു പോകാറുള്ളൂ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീടുകളെല്ലാം ഉണ്ടെങ്കിലും ഒരു മലയോര വനപ്രദേശമാണിത്. ഈ ഭാഗങ്ങളിൽ ആനയിറങ്ങി, പുലിയിറങ്ങി എന്നെല്ലാം ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ കേൾക്കാറുണ്ട്. ധോണി ഫോറസ്റ്റും ഇവിടെ നിന്ന് വളരെ അടുത്താണ്. ചില ഭാഗങ്ങളിലെല്ലാം കൊടും കാടിനിടയിലൂടെ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് ഇതുവഴി വരുമ്പോൾ. ഈ ഭാഗങ്ങളിലായി കുറേ കൃഷിയിടങ്ങളും ഫാം ഹൗസുകളെല്ലാം ഉണ്ട്. മലയോര പ്രദേശമായ കാരണം മലമുകളിൽ നിന്ന് കാടിനിടയിലൂടെ ഒഴുകി വരുന്ന ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളെല്ലാം കാണാൻ കഴിയും. മഴക്കാലത്ത് വളരെ ശക്തിയോടുകൂടിയാണ് ഇതുവഴി വെള്ളം ഒഴുകി ഡാമിലേക്ക് പോവാറ്. വേനലാവും തോറും ആ ഒഴുക്ക് ചെറിയൊരു അരുവിയുടെ രൂപത്തിലാവും. നവംബർ മുതൽ ജനുവരി വരെയുള്ള സമയമാണ് ഇവിടെ വരാൻ പറ്റിയ സമയം. വെള്ളം കൂടുതലുള്ളപ്പോൾ ഈ അരുവിയിലൊന്നും ഇറങ്ങാൻ പോലും കഴിയില്ല. സൺസെറ്റിന് സമയമാറായി. ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടുത്തെ സൺസെറ്റ് വ്യൂ കാണാൻ മാത്രമായി കുറേ ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. അത്രയും ഭംഗിയുള്ള സൺസെറ്റാണ് കവയിൽ നിന്ന് കാണാൻ കഴിയുക. സൺസെറ്റ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് യാത്ര ആയിരിക്കും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.